നമ്മളൊന്ന് നോക്കുമ്പോൾ ആര് ജയിക്കുമെന്ന് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരോട് ചോദിക്കുമ്പോൾ അവർക്കൊരു മറുപടി ഉണ്ട്. അതിപ്പോൾ ചിലപ്പോൾ LDF എന്നോ UDF എന്നോ അൻവർ എന്നോ ഒക്കെ പറയാം. അത് മാത്രമല്ല പറയുക, അവരതിനൊരു കാരണം കൂടി പറയും. അപ്പോൾ അടിത്തട്ടിൽ കാര്യകാരണസഹിതം സ്വരാജ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ വിഷനിലേക്ക് അദ്ദേഹം നിൽക്കുന്നു. ഹൈയാങ്കിൾ വന്നിട്ടുണ്ട്. അവർക്കൊരു കാരണമുണ്ട് ഈ പറയുന്നതിനൊക്കെ. എന്തുകൊണ്ട് ജയിക്കും? അതിപ്പോൾ കുട്ടികളാവട്ടെ, മുതിർന്നവരാവട്ടെ, ഒക്കെ തന്നെ, സ്ത്രീകളാവട്ടെ, വീട്ടമ്മമാരാവട്ടെ, കർഷകരാവട്ടെ, ഒക്കെ തന്നെ. മാത്രമല്ല, രാഷ്ട്രീയം ഇങ്ങനെ തിളച്ച് നിൽക്കുകയാണല്ലോ. എല്ലാ മന്ത്രിമാരും, എല്ലാ MLA മാരും, പ്രധാനപ്പെട്ട നേതാക്കളും ഒക്കെ വന്നിട്ട് ബൂത്ത് തലത്തിൽ പ്രചരണം നടത്തി ഇങ്ങനെ രാഷ്ട്രീയമായി മണ്ഡലത്തെ തിളപ്പിച്ച് നിർത്തിയിരിക്കുന്ന ഒരു സ്ഥലത്ത്. അതിപ്പോൾ ഇവിടെ നിന്നാൽ തന്നെ നമുക്കിപ്പോൾ ഇങ്ങനെ അല്ലേ അതിൻ്റെ പൊളിറ്റിക്കലായിട്ടുള്ള മത്സരം. പിന്നെ വേറൊരു കാര്യം, ഇപ്പോൾ ഭരണവിരുദ്ധ വികാരം അടിത്തട്ടിൽ നിലനിൽക്കുന്നു എന്ന് പറയുന്നു. അതേപോലെ തന്നെ സ്വരാജിനെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആവേശം നമുക്ക് ഇപ്പോൾ തന്നെ കാണാം. വലിയ ക്രൗഡുമായിട്ട് വലിയ ആവേശമായിട്ടാണ് അദ്ദേഹം വരുന്നത്. രാഷ്ട്രീയ എതിരാളികൾക്കടക്കം ഈ ഒരു വ്യക്തിത്വം കൊണ്ട്, ഒരു കരിസ്മ കൊണ്ട് അദ്ദേഹം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അൻവറിനെ നമുക്ക് മറക്കാൻ പറ്റില്ല. അൻവർ ഫാക്ടർ എങ്ങനെയാണ് വർക്ക് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല. കുറച്ച് പേരൊക്കെ പറയുന്നു അൻവർ UDF നിന്ന് പിടിക്കാവുന്നതിൻ്റെ പരമാവധി വോട്ടുകൾ ഓൾറെഡി പിടിച്ചു മാറ്റിക്കഴിഞ്ഞു.